ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ തിരികൊളുത്താൻ RSS എന്തുകൊണ്ടാണ് VD സതീശനെ ക്ഷണിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെ ചോദ്യം. ഇതിന് പ്രതിപക്ഷ നേതാവ് മറുപടി പറയുന്നില്ല. വർഗീയ വലതുപക്ഷ സഖ്യത്തിന്റെ സാക്ഷ്യപ്പെടുത്തലാണിതെന്നും മതനിരപേക്ഷ കേരളത്തോട് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമെന്നും M സ്വരാജ് പറഞ്ഞു. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസ് കുരിച്ച് നിന്ന് നിലവിളക്ക് കൊളുത്തി ഗോൾവാൾക്കറിന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടി എന്നതാണ്. ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ RSS എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചത്? അങ്ങനെ ഒരു ക്ഷണം വന്നാൽ എന്തുകൊണ്ടാണ് ആ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചത്? 2006 തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ RSSുമായി ഡീലുണ്ടാക്കി ആ ഡീലിന്റെ കൂടി ഭാഗമായി ജന്മശതാബ്ദി ആഘോഷം ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തത് സംബന്ധിച്ച് വിമർശനം ഉയരുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഇതുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന മറുപടിയല്ലേ പറഞ്ഞിട്ടുള്ളത്? സിബി ജോസഫ് വിശദാംശങ്ങൾ നൽകും. സിബി, ഇന്നലെ മുഖ്യമന്ത്രിയാണ് പടം വീണ്ടും ഉയർത്തിക്കൊണ്ട് VD സതീഷിനെതിരെ കടന്നാക്രമണം നടത്തിയത്. ഇന്ന് അത് തന്നെ ഏറ്റുപിടിച്ച് കുറെ കൂടി മൂർച്ചയുള്ള ചോദ്യങ്ങളുമായി M സ്വരാജ് കൂടി രംഗത്ത് വരുന്നു. അപ്പോൾ ആ പടത്തിന്റെ കാര്യത്തിൽ VD സതീശനും കോൺഗ്രസും കുറെ കൂടി പ്രതിരോധത്തിലാവുകയാണോ? തീർച്ചയായും സേഫു അത് തന്നെയാണ്. കാരണം ഈ ഡീൽ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF വലിയ പ്രചരണ ആയുധമാക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ ഈ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഈ നിലവിളക്ക് തിരികൊളുത്തുന്ന അടക്കമുള്ള ഫോട്ടോ സഹിതം പുറത്തുവരികയും ചെയ്തത്. അദ്ദേഹം അത് വീണ്ടും പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതുവരെയും പ്രതിപക്ഷ നേതാവ് കൃത്യമായ മറുപടി പറയുന്നില്ല. മതനിരപേക്ഷ കേരളത്തോട് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ മാപ്പ് പറയണം. കാരണം കൃത്യമായ തെളിവുകളും കൃത്യമായ ഫോട്ടോയും നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും ചോദ്യങ്ങൾ ഉയർത്തുമ്പോഴെല്ലാം തന്നെയും ഇതിന് ഒരു മറുപടി നൽകാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാണെന്നുള്ളതാണ് ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായി M സ്വരാജ് ഇന്ന് കൊച്ചിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ ഡീൽ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹം പറയുന്നു, ഈ നേരത്തെ പിണറായി വിജയനെതിരെയും ഡീൽ വിവാദം ഉയർത്തുന്നു. പക്ഷേ 1960 അല്ലെങ്കിൽ പിണറായി വിജയൻ നേരത്തെ വിജയിച്ചതും ഇത്തരത്തിൽ ജനസംഘവുമായി അല്ലെങ്കിൽ ജനതാ പാർട്ടിയുമായിട്ടൊക്കെ ബന്ധമുയർത്തി അല്ലെങ്കിൽ ബന്ധമുണ്ടാക്കിക്കൊണ്ടാണെന്ന ഒരു ആരോപണം VD സതീശൻ ഉന്നയിച്ചതിനും അദ്ദേഹം കൃത്യമായ മറുപടി പറയുകയാണ്. കാരണം 1977 കാലഘട്ടത്തിൽ അന്ന് രാഷ്ട്രീയ സാഹചര്യം വേറെയായിരുന്നു. അന്ന് ഈ അടിയന്തരാവസ്ഥ കാലഘട്ടമായിരുന്നു. അതിനുശേഷം ആ ഒരു സമയത്ത് അന്ന് സർക്കാർ താഴെ ഇറക്കാൻ വേണ്ടി ജനസംഘവും സോഷ്യലിസ്റ്റ് പാർട്ടി എല്ലാം തന്നെ ഒന്നിച്ചുകൊണ്ട് അത് പിരിച്ചുവിട്ടുകൊണ്ട് മറ്റൊരു ജനതാ പാർട്ടി രൂപീകരിച്ചു. പക്ഷെ അന്ന് അവർക്ക് RSSുമായിട്ടോ സംഘപരിവാറുമായി ബന്ധമുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു കൂട്ടുകെട്ടുണ്ടായി. പക്ഷേ പിന്നീട് RSSിലേക്ക് ഈ ജനസംഘവുമൊക്കെ RSSന്റെ ഒരു സാന്നിധ്യം ഉണ്ടായപ്പോൾ തീർത്തും ആ ബന്ധം വിച്ഛേദിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇതെല്ലാം തന്നെയും കൃത്യമായി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെ വിവരിച്ചുകൊണ്ട് VD സതീശന്റെ ആരോപണം പച്ച നുണയാണെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഡീൽ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജ് തന്നെ ഇന്ന് ഒരു പ്രതികരണവുമായി മുന്നോട്ട് വരികയാണ്. മാത്രമല്ല അദ്ദേഹം മുൻപ് ഈ തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിലും ഡീൽ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 1ാം സ്ഥാനത്തെത്തുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയോട് 1ാം സ്ഥാനത്തെത്തുകയും അവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്തെത്തുകയും ചെയ്യുന്നു. ഇത് ഒരു ഡീൽ തന്നെയാണ്, കാലാകാലങ്ങളായി നടക്കുന്ന ഡീലാണ്. ഇത്തരത്തിൽ ഡീൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം നേരത്തെ AKജിയുടെ കാലത്തും EMS എല്ലാം തന്നെ EMS തോൽപ്പിക്കാനൊക്കെ ഈ ഇത്തരത്തിൽ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ബേപ്പൂരിലടക്കം കോലിബി സഖ്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആണ് ഇന്നിപ്പോൾ M സ്വരാജിന്റെ വാർത്താ സമ്മേളനം കൊച്ചിയിൽ ഉണ്ടായത്. ശരി, സിബി ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.